ഹായ്. എല്ലാവർക്കും ഒത്തിരി ആവശ്യപ്പെടുന്ന വീഡിയോ തന്നെയാണ്. വയറിൻ്റെ തന്നെയാണ് കേട്ടോ. വയറ് കുറയ്ക്കാനുള്ള കുറച്ച് എക്സസൈസ് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള വർക്കൗട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒന്ന് വാമപ്പ് കൊടുത്തിട്ട് വേണം തുടങ്ങാനായിട്ട്. വാമപ്പിൻ്റെ വീഡിയോ ഒക്കെ ഞാനതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സിമ്പിളായിട്ടുള്ള കേട്ടോ. അതൊന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യാവൂ കേട്ടോ. അപ്പോൾ ബോഡി ഫസ്റ്റ് ചെയ്ത് എനിക്ക് നിവർത്തി പിടിക്കുക. നിവർത്തി ഇത് സ്റ്റാൻഡിങ് പൊസിഷനിൽ നല്ലോണം നിവർന്ന് നിൽക്കുക. ഞാനിപ്പോൾ അതായത് ഈ നമ്മുടെ നടുവിൻ്റെ ഭാഗം കൊണ്ട് വളയ്ക്കാണ്ടിരിക്കുക. ഇതേപോലെ നിന്നിട്ട് ഈ കാല് മാത്രം ഉയർത്തി കൊടുക്കുക. അപ്പോൾ ഈ കാലിങ്ങനെ നിന്ന് ഉയർത്താൻ ബുദ്ധിമുട്ടുള്ള, അതായത് നന്നായിട്ട് ഉയർത്താൻ ബുദ്ധിമുട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇതെങ്ങനെ ഈ കാല് വളരെ ഈസിയായിട്ട് വളരെ കംഫർട്ടായിട്ട് നമുക്ക് കാലിങ്ങനെ അത്രയും ഉയരത്തിലോട്ട് പൊക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒത്തിരി ഉപയോഗമുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ കേട്ടോ. ഇതിൽ അതിൽ കാണിക്കുന്ന എല്ലാം വയറിനായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അതായത് സെക്കൻഡ് ഇതുണ്ട്. അപ്പോൾ ആ കാല് പൊക്കുന്നതിന് കൂടെ തന്നെ കൈയും കൂടെ അതായത് ഇങ്ങനെ എടുക്കുന്ന കേട്ടോ. അതായത് നമ്മൾ നടക്കുകയൊക്കെ ചെയ്യില്ലേ, അതുപോലെ നടക്കുമ്പോൾ നമ്മൾ ഇത്രത്തോളം കാല് പൊക്കാറില്ല. നോർമലി ഒരു ലെവലുണ്ടല്ലോ. ഇതിപ്പോൾ അങ്ങനെയല്ലോ. ഇതിപ്പോൾ നമ്മൾ നടക്കുന്ന പോലെ കൈ വീശുന്നു, പക്ഷേ കാലം നമ്മൾ അത്രയും ഉയരത്തിലേക്ക് എടുക്കുന്നത് ഇതാണ് കേട്ടോ. ഇതിപ്പോൾ എല്ലാം ഒരു 30 വെച്ചിട്ട്, നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് തന്നെ ഒരു 30 വെച്ചിട്ടൊക്കെ ചെയ്തോട്ട്. 30 മെല്ലെ 50 പിന്നെ 100 അങ്ങനെ കൊണ്ടുപോകണം കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. അല്ലാണ്ട് മടി പിടിച്ചൊന്നും ഇരിക്കേണ്ട. മടി തന്നെയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. എല്ലാവരും പറയുന്നുണ്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ മടിയെന്ന് ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പറയും പോയി വ്യായാമം ചെയ്യുമെന്ന് പറയുന്ന ആ ഒരു ഘട്ടം വരെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു ഇത് വേണ്ട, നമ്മൾ മടിയൊന്നും പിടിക്കേണ്ട. അത്ര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ ഒരു അരമണിക്കൂർ മാറ്റി വെച്ചോളൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണെന്ന് വിചാരിച്ചങ്ങ് ചെയ്താൽ മതി. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ. ഇനി കൈത എങ്ങനെ പിടിക്കുക, ചെസ്റ്റ് ലെവലിൽ പിടിക്കുക കേട്ടോ. നമ്മുടെ ഒരു അതായത് കണക്ക് നമ്മുടെ ഞാൻ കാണിച്ച പോലെ അത്രയും ഉയരത്തിൽ പിടിക്കുക കേട്ടോ. എന്നിട്ട് ഇതിനൊക്കെ കൈ കുറച്ചൊന്ന് താഴേക്ക് കൊടുക്കണം കേട്ടോ. കാല് നമ്മൾ നേരത്തെ എടുത്ത് അതേ ഉയരത്തിലിടും. കാല് കൊണ്ടുപോയിട്ട് കയ്യിൽ മുട്ടിക്കാനൊന്നും നിൽക്കേണ്ട. ഇത് കണക്ക് എടുക്കുക കേട്ടോ. ഇത് എടുക്കുമ്പോൾ തന്നെ ബോഡി നല്ല നിവർത്തിയാണ് പിടിക്കുന്നത് കേട്ടോ. ഇങ്ങനെ വളഞ്ഞു പോയിട്ട് ഒരിക്കലും ഈ കൈ താക്കാൻ നോക്കരുത്. ഞാനിപ്പോൾ സൈഡ് നിന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും നമ്മുടെ ബോഡി എത്രത്തോളം നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളെ ബോഡിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ഈ ചെയ്യുന്ന ടൈമിൽ അത് നിങ്ങൾക്ക് മനസ്സിലായാലും നമ്മളിങ്ങനെ കുനിഞ്ഞു പോയിട്ട് കൈ താക്കാൻ നോക്കണ്ട കേട്ടോ. ബോഡി എപ്പോഴും നല്ല സ്ട്രൈറ്റ് പിടിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ കൈ ഇങ്ങനെ ഉയർത്താൻ താക്കാൻ ചെയ്യുമ്പോഴുള്ള നമ്മുടെ ഈ സൈഡിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ വലിഞ്ഞു വരും, നമുക്ക് സ്ട്രെച്ചിങ് ആവുന്ന നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് സൈഡിൽ നിന്ന് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെ വളഞ്ഞു പോയിട്ട് കാല് മുട്ടിക്കാൻ നിൽക്കരുത് കേട്ടോ. ഇതേപ്പോൾ വളയുന്നൊന്നുമില്ല, അതായത് നടുഭാഗം വളയ്ക്കുന്നില്ല. ഇപ്പോൾ നേരെ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല നടു വളയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നടു വളച്ചിട്ടല്ല ഇത് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അതായത് ഇങ്ങനെ എടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞേക്കണ്ടോ. അതായത് നമ്മൾ ഈ മുതുവിൻ്റെ ഭാഗവും നടുവിൻ്റെ ഭാഗവും കൂടെ കൊണ്ട് വളച്ച് വന്നിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഇതെനിക്ക് സ്ട്രൈറ്റ് നിൽക്കുക. അല്ല ഇങ്ങനെയല്ല എടുക്കേണ്ടത് കണ്ടോ, ഇങ്ങനെയല്ല. അല്ലാണ്ട് നമ്മളിത് എങ്ങനെ നമ്മൾ നിൽക്കുക കണ്ടോ. അതായത് നമ്മുടെ ഈ ഷോൾഡറും നമ്മുടെ കൈയുമാണ് താഴേക്ക്, അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം തൊട്ട് നമ്മുടെ ഫുള്ള് കൈയാണ് വർക്കാവുന്നത് കണ്ടോ. അല്ലാണ്ട് ഞാൻ ആ നടുവിൻ്റെ ഭാഗവും മുതുവിൻ്റെ ഭാഗവും ഒന്നും മുന്നോട്ട് വളയ്ക്കുന്നേ ഇല്ല. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് വേണം തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടിട്ടെങ്കിലും നമ്മൾ ചെയ്യുന്നതിനൊക്കെ ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പം പിന്നെ മെയിനായിട്ടൊന്ന് ശ്രദ്ധിച്ചോളൂ. വയറ് ഒരു മാസം കൊണ്ട് ഇപ്പം അങ്ങോട്ട് അപ്പനെ കുറയുമെന്നൊന്നും ചിന്തിച്ചൊന്നും ആരും ചെയ്യാൻ നിൽക്കണ്ട. 10 ദിവസം കൊണ്ട് കുറയും, ഒരു മാസം കൊണ്ട് കുറയും, ഒന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടാൽ മാത്രമേ വയറ് കുറയുള്ളൂ. നമ്മുടെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾ കണക്കല്ല വയറ് ലാസ്റ്റിൽ കുറയുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ നിൽക്കണം. നിങ്ങളങ്ങ് ചെയ്തോളൂ. ഒന്നും പോയിട്ട് വയറ് കുറയുന്നില്ല ശ്രദ്ധിക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ടെൻഷനാവുന്നത്. അപ്പോൾ ഒന്നും വേണ്ട, ചെയ്തങ്ങ് പൊയ്ക്കോളൂ കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഇതെനക്ക് ഇതും ബോഡി കൊണ്ട് വളച്ച് പിടിക്കാൻ നോക്കണ്ട. ഇത് കണക്ക് ഇങ്ങനെ പുറകിലേക്ക് പിടിക്കുമ്പോൾ ചെവിയിൽ ടച്ച് ചെയ്തിരുന്നാൽ മതി കേട്ടോ. ഒരുപാട് പുറകെ കൊണ്ടുപോയിട്ട് കോർത്ത് പിടിക്കണ്ട, ചെവിയിലോട്ട് ടച്ച് ചെയ്തിരുന്നാൽ മതി. എന്നിട്ട് ഈ അകത്തേക്ക് ഇത് ഓപ്പോസിറ്റ് കാലും കയണ് വരുന്നത് കേട്ടോ. അപ്പോൾ വലത് കാലാണെങ്കിൽ ഇടത് കൈ അങ്ങനെയാണ് വരലുണ്ടാവുക കണ്ടോ. ഇത് കണക്ക് ഇതും നമ്മളെ ബോഡി നല്ല രീതിയിൽ ഇങ്ങനെ നിവർത്തി പിടിച്ചിട്ട് തന്നെ എടുക്കുക. കാലത്രയും ഉയർത്തുക. അതേപോലെ ഈ കാല് കൊണ്ടിട്ട് കയ്യിൽ മുട്ടിക്കണം അങ്ങനെ ഒന്നുമില്ല. ഞാനിപ്പോൾ ഇതിൽ മുട്ടിച്ചിട്ടില്ലല്ലോ കണ്ടോ. ഇത് നമുക്ക് ഈ സൈഡും നല്ല ഷേപ്പ് ആവാൻ നല്ലതാണ് കേട്ടോ. അതുപോലെ വയറ് കുറഞ്ഞതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ സൈഡും കൂടെ നന്നായിട്ട് ഫാറ്റ് കുറഞ്ഞ ഷേപ്പ് ആയിക്കോളും. അപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് കണ്ടോ. ഇതിപ്പോൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഞാൻ കൂനിയൊന്നും പോകുന്നില്ല, അതായത് ഇങ്ങനെ കൈ താഴേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂനി പോകുന്നില്ല കണ്ടോ. ഇത് എനിക്ക് ബോഡി നിവർത്തിക്കുക. നമ്മൾ ആ സൈഡിലേക്ക് കണ്ട ഇങ്ങനെ അല്ല എടുക്കേണ്ട കണ്ടോ. നമ്മളിത് ഇത് നിങ്ങൾക്ക് ഡിഫറൻറ്റ് മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ടാണ് സൈഡിൽ നിന്ന് കാണിക്കുന്നത്. ഇതേ കണക്കാണ് എടുക്കേണ്ടത് കേട്ടോ. കണ്ടത് ഞാൻ വ്യക്തമായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്, വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചോളൂ.
പിന്നെ ഈ പറയുന്ന കണക്ക് വയർ കുറയുന്നുണ്ടോ നോക്കാൻ നിൽക്കേണ്ട. വയർ അതിൻ്റെ സമയത്ത് അതിൻ്റെ പണി തുടങ്ങിക്കോളും, കുറഞ്ഞോളും. നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുക, നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമ്മളിത് കാലിങ്ങനെ എടുക്കുക, പിന്നെ കാല് നീട്ടുക. അതായത് ഫസ്റ്റ് നമ്മൾ ഒരെണ്ണം ഇങ്ങനെ കാല് പൊക്കം ചെയ്തിട്ടുണ്ടല്ലോ, അതിന് ഞാൻ ഇത് വയറ് കുറയ്ക്കാനുള്ള ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ കാല് നീട്ടിയെടുക്കുന്ന ഒരെണ്ണം. ഇതിപ്പോൾ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് കാല് പൊക്കുകയും ചെയ്യും, പിന്നെ കാല് നീട്ടുകയും ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ. ഇത് വളരെ സ്ലോവിനോ സ്പീഡിനോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഫസ്റ്റ് ടൈം ചെയ്യുന്നവരൊക്കെ കുറച്ച് സ്ലോവിന് ചെയ്യുക. ഇത് നമുക്ക് മറ്റേതിനെക്കാട്ടിലും കുറച്ചൊരു ഡിഫറൻ്റ് ആണ്. കാരണം കാല് പൊക്കുക, പിന്നെ താക്കുക, പിന്നെ നീട്ടുക എന്നൊക്കെ പറയുന്നത് നമുക്കൊത്തിരി പാടായിട്ട് തോന്നും. എന്നാലും കുഴപ്പമില്ല, കഷ്ടപ്പെട്ടാൽ നമുക്ക് റിസൾട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഇതെനിക്ക് കൈ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇത് കണക്ക് നമ്മൾ കാല് പൊക്കി താത്തതിന് ശേഷം പിന്നെ കാല് നീട്ടി കൊടുക്കുക കേട്ടോ. ഇത് കണക്ക് കണ്ടോ. ആ ഒരു നമ്മളൊന്ന് എടുത്തൊന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കാല് താത്ത് ടച്ച് ചെയ്ത് പെട്ടെന്ന് തന്നെ നീട്ടാൻ പറ്റും കേട്ടോ. ഇനി ഞാൻ ഫസ്റ്റ് പറഞ്ഞ് കാണിച്ചു, ഇങ്ങനെ കാല് പൊക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ ചുവരിലോ എന്തിലെങ്കിലും അലമാറിലോ എങ്ങനെ എന്തായാലും പിടിച്ചു കഴിഞ്ഞത് എനിക്ക് കൈ നല്ല സ്ട്രെയിറ്റ് ഇങ്ങനെ നീട്ടി നിൽക്കുക, അത്രയും അകലത്തിൽ നമ്മളിങ്ങനെ നിൽക്കുക കേട്ടോ. എന്നിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് കാല് ഉയർത്താൻ പറ്റും. നമ്മളൊരു സപ്പോർട്ട് കൊടുത്ത് ചെയ്യുന്ന എപ്പോഴും നമുക്ക് കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം എൻ്റെ ഇത് കണക്ക് വളഞ്ഞ് നിൽക്കാൻ നോക്കണ്ട, നന്നായിട്ട് സ്ട്രൈറ്റ് പിടിക്കേണ്ട, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനെൻ്റെ ഫസ്റ്റ് കാണിച്ചിട്ടില്ലായിരുന്നില്ലേ, അത് ആ ഇടുപ്പിൽ കൈ പിടിച്ചിട്ട് അതായത് നിങ്ങൾക്ക് ഇതേ കണക്കൊന്ന് പിടിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് വയറ് കുറയുന്നുണ്ടോ ശ്രദ്ധിക്കാൻ നിൽക്കേണ്ട, അതിൻ്റെ സമയത്ത് അതിൻ്റെ ജോലി തുടങ്ങിക്കോളും. എല്ലാ ദിവസവും ഇത് ചെയ്തങ്ങ് പോയാൽ മതി. ഈ വയറിനുള്ള വർക്കൗട്ടുകളൊക്കെ നിങ്ങൾ ചെയ്ത് പോയിക്കോളും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപകാരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ ഒത്തിരി തിരക്ക് വരുമ്പോൾ ഇപ്പോൾ വീഡിയോകളൊക്കെ അങ്ങനെ പ്രോപ്പറായിട്ട് നടക്കുന്നതിൽ എന്തായാലും മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്തിട്ട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.